നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി അംഗം തല്ലിച്ചതച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. 4 പ്രമുഖ ഗൺമാന്മാർക്കെതിരെ ഉടൻ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം അന്വേഷണത്തിൽ SITയുടെ അന്വേഷണത്തിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ, ചട്ടലംഘനങ്ങൾ ഉണ്ടായി എന്ന കണ്ടെത്തലുകൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൺമാന്മാർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് തന്നെയാണ് സൂചന. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടേത് കേവലം ക്രമസമാധാന പാലനമല്ലെന്നും ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടുള്ള അതിക്രൂരമായ മർദ്ദനമാണെന്നും ഈ SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കരിങ്കൊടി കാണിക്കാൻ എത്തിയ പ്രവർത്തകരെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. അവരുടെ തലയിൽ അടിക്കുന്ന സാഹചര്യം, അത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമാണ്. അത് ആക്രമിക്കാൻ എത്തിയവരല്ല, കല്ലെറിയാൻ എത്തിയവരല്ല, കരിങ്കൊടി കാണിക്കാൻ എത്തിയവർക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. അത് അന്ന് തന്നെ വലിയ വിവാദമായ സംഭവമാണ്. അതിന് പിന്നാലെ VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ ഏറിയതോടെ ഈ സംഭവത്തിൽ ഒരു SIT അന്വേഷണം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടുള്ള അതിക്രൂരമായ മർദ്ദനമാണെന്ന് VD സതീശൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP KV ഷൗക്കത്ത് അലി ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് വൈകാതെ DGPക്ക് കൈമാറും. പുതിയ ആഭ്യന്തര വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് മുൻ സർക്കാർ ഒളിപ്പിച്ച ചില നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഒളിപ്പിച്ച എന്ന പദം വിശേഷിപ്പിച്ചത് അത്തരത്തിൽ നേരത്തെ അന്വേഷണം നടത്താനുള്ള ഒരു നിർദ്ദേശം കിട്ടിയതാണ്. പക്ഷേ എന്റെ രീതിയിൽ അന്വേഷണം ഒന്നും നടന്നിരുന്നില്ല. സംഭവ സമയത്ത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ സമർപ്പിച്ച സ്പെഷ്യൽ റിപ്പോർട്ടാണ് കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ റോഡിലിട്ട് തല്ലിയ നടപടി കേരള പോലീസ് ആകെ വലിയ അവമതിപ്പുണ്ടാക്കി. മാത്രമല്ല, ഇവർക്കെതിരെ അടിയന്തര നടപടി വേണമെന്നും ചൈത്ര തെരേസയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ ഇടപെട്ട് പൂർണ്ണമായി അതിൽ പുറത്തു വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പോലീസിന് നാണക്കേടുണ്ടാക്കിയ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അതിനെ പുറത്തുവിടുക എന്നതും വലിയൊരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു. തൊട്ടു പിന്നാലെ SP ചൈത്ര തെരേസ ജോണിനെ പ്രതികാര ബുദ്ധിയുടെ ആലപ്പുഴയിൽ നിന്ന് ദൂരേക്ക് സ്ഥലം മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളും ഉണ്ടായി. എന്തായാലും നിർണായകമായ സംഭവ വികാസങ്ങൾ അരങ്ങേറി, നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇരകളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതി വഴി ഗൺമാന്മാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യിച്ചപ്പോഴും മുൻ ഭരണകൂടി സ്പെഷ്യൽ റിപ്പോർട്ട് DGP ഓഫീസിലോ കോടതിയിലോ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന നിർണായക വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുൻ സർക്കാരിന്റെ പൂർണ്ണമായ രാഷ്ട്രീയ സംരക്ഷണയിലാണ്. 1-ാം പ്രതിയാണ് ഗൺമാൻ അനിൽകുമാർ, 2-ാം പ്രതിയാണ് സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ്, കണ്ടാൽ അറിയാവുന്ന മറ്റ് 2 പേർ. ഇവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. മുൻ സർക്കാരിന്റെ പൂർണ്ണമായ രാഷ്ട്രീയ സംരക്ഷണത്തിലായിരുന്നു ഇവർ. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചാണ്. സർക്കാർ മാറിയിരിക്കുന്നു. അന്വേഷണം നേരിടേണ്ട സാഹചര്യത്തിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം ചൈത്ര തെരേസ ജോണിന്റെ പഴയ സ്പെഷ്യൽ റിപ്പോർട്ട് ഫയലുകളിൽ നിന്നും കൃത്യമായി എടുക്കുകയുണ്ടായി. എന്തായാലും മുൻപ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരും വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. നിയുക്ത MLA AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയുമാണ് 2023 ഡിസംബർ 15-ന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് ഗൺമാന്മാർ ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ അനിൽകുമാറും സംഘവും ഇരുവരെ ലാത്തിയും ഇടിയവണ്ടിയും ഉപയോഗിച്ച് പൊതിരെ തല്ലിയത്. അന്ന് തലയ്ക്കും കൈകാലുകൾക്ക് മാരകമായി പരിക്കേറ്റ് ഇവർ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. അന്ന് ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിച്ചിരുന്നു. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. അതായത് തൻ്റെ വണ്ടി പാഞ്ഞു പോകുമ്പോൾ അതിന് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ച വ്യക്തികളെ മാറ്റുകയാണ് ചെയ്തത്. അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് വിളിച്ച് ന്യായീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ കേസ് അന്വേഷിച്ച അന്നത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പ്രതികൾക്ക് അനുകൂലമായി കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകി കേസ് ഒതുക്കാൻ ശ്രമിച്ചു. തുടർന്ന് പരാതിക്കാർ കോടതിയെ സമീപിച്ചു. ഇതോടെയാണ് 2024 നവംബറിൽ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി കേസിൽ പുനരന്വേഷണത്തിന് കർശന ഉത്തരവിട്ടത്.
പുതിയ UDF സർക്കാർ അധികാരമേറ്റതോടെ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 7 അംഗ ശക്തമായ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് കേസ് ഫയലുകൾ പൂർണ്ണമായി വിളിച്ചു വരുത്തിയ ഷൗക്കത്ത് അലി ഓരോ തെളിവുകളും ശാസ്ത്രീയമായി പുനഃപരിശോധിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ നിയമലംഘനങ്ങൾ വളരെ വ്യക്തമാണെന്ന് SIT DGP അറിയിച്ചു. ആലപ്പുഴയിൽ പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും KC പ്രവർത്തകർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പുനരന്വേഷണം എന്ന സാഹചര്യത്തിൽ പഴയങ്ങാടിയിലെ ജീവൻ രക്ഷാ സേനയുടെ ആക്രമണവും ചർച്ചയായി. മാടായിപ്പാറ പാളയം ഗ്രൗണ്ടിൽ നടന്ന നവകേരള സദസ്സ് കഴിഞ്ഞ് തളിപ്പറമ്പിലേക്ക് പോയ അന്നത്തെ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ഹെൽമറ്റ്, ചെടിച്ചട്ടി, ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ കേസ് വിചാരണയിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ, KSU നേതാവ് സഞ്ജു സന്തോഷ് എന്നിവർ വലിയ രീതിയിലാണ് അവർക്ക് ആക്രമണമേറ്റത്. അവർ ചികിത്സയിലായിരുന്നു. എന്തായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ നിർണായകമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ പുനരന്വേഷണം ഉണ്ടാകും, SIT അന്വേഷണം ഉണ്ടാകുമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. നവകേരള സദസ്സിൽ സമരക്കാരെ തല്ലിയ അനിൽകുമാറിനും സന്ദീപിനുമെതിരായ കേസ് SP ഷൗക്കത്ത് അലി അന്വേഷിക്കും. ഏത് ഷൗക്കത്ത് അലി? മുടക്കോഴി മലയിൽ പോയി TPയെ കൊന്ന കൊടിക്കുനിയെ CPM ക്രിമിനൽ സംഘത്തെ പിടികൂടിയ ഷൗക്കത്ത് അലി. അതിന്റെ പേരിൽ വിജയൻ സർക്കാർ 10 വർഷം ദ്രോഹിച്ച ഷൗക്കത്ത് അലി. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SP ഷൗക്കത്ത് അലിയാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും കേസിൽ പുനരന്വേഷണം SITയുടെ നേതൃത്വത്തിൽ നിർണായകമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ ഗൺമാന്മാർ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം ആ രീതിക്ക് തന്നെയാണ് പോകുന്നത്. SIമാരെ മാറ്റി നിർത്തി സ്റ്റേഷൻ ചുമതല CIമാരെ ഏൽപ്പിച്ച മുൻ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 10 വർഷത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും ഉൾപ്പെട്ടവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഈ സർക്കാരിന്റെ നയമല്ല. 3 സ്റ്റേഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന CIമാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാക്കിയതും SIമാരെ നിർവീര്യമാക്കിയതുമായ സംവിധാനം പോലീസിന് ഗുണമല്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസുകാരുടെ ഇടി, തൊഴി, ചീത്തവിളി എന്നിവ അവസാനിപ്പിക്കും. സമരം ചെയ്യുന്നവരുടെ തല നോക്കി അടിക്കുന്ന പോലീസിനെ എന്റെ ഭരണകാലത്ത് അനുവദിക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. മാവോയിസ്റ്റുകളെ വെടിവെക്കില്ല, പിടികൂടി അവരുടെ റൂട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടതെന്നും ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് 5 പേരെ വെടിവെച്ചു കൊന്നു. മാവോയിസ്റ്റ് രൂപേഷിനെ പോലീസ് പിടിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി താനായിരുന്നുവെന്നും ഒരിക്കലും വെടിവെക്കൽ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കും. ലഹരിയുടെ ഉറവിടം കണ്ടെത്താനുള്ള ബൃഹത് പദ്ധതി ആവിഷ്കരിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ലോകായുക്തയെ വീണ്ടും ശക്തിപ്പെടുത്തും, അതിനെ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ലോകായുക്തയ്ക്ക് പല്ല് നൽകുമെന്നാണ് രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രംഗത്തെ അഴിമതി കണ്ടെത്താൻ രൂപീകരിച്ച ലോകായുക്തയെ നിർവീര്യമാക്കുന്ന ലോകായുക്ത ഭേദഗതി നിയമം 2ാം പിണറായി സർക്കാർ പാസാക്കിയിരുന്നു. ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ആഭ്യന്തരമന്ത്രി. എന്തായാലും ലോകായുക്തയെ ശക്തിപ്പെടുത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. കൂടാതെ സ്പോർട്സ് കോട്ടയിൽ അനധികൃതമായി ആരെങ്കിലും പോലീസ് നിയമനം നേടിയിട്ടുണ്ടോ എന്നത് കാര്യം പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തടവുകാർക്ക് പരോൾ നൽകുന്നത് സംബന്ധിച്ച ചട്ടങ്ങളിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ താല്പര്യം വെച്ച് കൊടും ക്രിമിനലുകളെ പുറത്തുവിടുന്ന രീതി സ്വീകരിക്കില്ല എന്നും പോലീസ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പ്രധാന തസ്തികകളിൽ നിന്നും മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.